ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 3 തരം മനുഷ്യരുണ്ടെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. 1 പ്രാകൃത മനുഷ്യർ, 2 ജഡീക മനുഷ്യർ, 3 ആത്മീക മനുഷ്യർ. മറക്കരുത്, മോശയെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവപുരുഷനായി വളരേണ്ട മോശ, ദൈവം ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുവാനായി കണ്ട മോശ കൊലപാതകം ചെയ്തു. പക്ഷേ അങ്ങനെ പാപം വന്നു എന്നുള്ളത് കൊണ്ട് ദൈവം മോശയെ മാറ്റി വേറൊരാളെ തിരഞ്ഞെടുത്തില്ല, അഹ്റോനെ തിരഞ്ഞെടുത്തില്ല. ദൈവം ഒരാളെ തിരഞ്ഞെടുത്തെങ്കിൽ നിങ്ങൾ മറക്കരുത്, എന്തെല്ലാം കെടുതികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെങ്കിലും, ഇതുവരെ വന്ന കാര്യമാണ് പറയുന്നത്, ഏതെല്ലാം നൂലാമാല പോലത്തെ പ്രശ്നങ്ങൾ വന്നെങ്കിലും, ഏതെല്ലാം കൂട്ടിക്കെട്ടിയിട്ടിരിക്കുന്ന ഒരിക്കലും അഴിക്കാൻ പാടില്ലാത്ത ഊരാക്കുരുക്കിൽ നിങ്ങൾ പെട്ടുപോയെങ്കിലും മറക്കരുത്, കേൾക്കണം, ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ദൈവം നിറവേറ്റിയിരിക്കും. കാരണം ദൈവം ഒരു കാര്യം നിശ്ചയിച്ചാൽ ദൈവം അത് ചെയ്തിരിക്കും. ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ താണിരുന്നാൽ മതി. എത്ര പ്രാകൃത സ്വഭാവമുള്ളവനെയും ആത്മീയനാക്കാൻ ദൈവം ഒന്ന് നോക്കിയാൽ മതി, ദൈവം ഒന്ന് മനസ്സ് വെച്ചാൽ മതി, നമ്മളൊന്ന് കരുണ തോന്നിയാൽ മതി. പ്രിയപ്പെട്ടവരെ, എന്നാണ് പറഞ്ഞു വരുന്നത്, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിനെ തിരിച്ചറിയുന്നില്ല, ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. എന്താണ് ദൈവാത്മാവിൻ്റെ ഉപദേശം? തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും കൈക്കൊള്ളുന്നില്ല എന്ന്. അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് ഈ വചനം ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ടോ? ഭാഗ്യമാണ്. പ്രാകൃത മനുഷ്യൻ ഇതൊന്നും മനസ്സിലാവില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് വാച്ചയെ നോക്കിക്കൊണ്ടിരിക്കും, ഇതെങ്ങനെയെങ്കിലും തീർന്നാൽ മതിയാകുന്നു, എഴുന്നേറ്റ് പോകാമായിരുന്നു. അവനിത് ഇമ്പകരമായി തോന്നുകയില്ല. എന്നും എന്താണ് പറഞ്ഞത്? എന്നും ദൈവത്തിന് ആർദ്രതയാണ്. അവൻ മനസ്സലിഞ്ഞ് അവരോട് പറഞ്ഞു തുടങ്ങിയതെന്നാൽ ദൈവത്തിന് എന്നും മനസ്സലിവാ. അങ്ങനെ നീ പാപം ചെയ്യുമ്പോഴും ദൈവം നിന്നെ മാറ്റി നിർത്തുകയല്ല, ദൈവം നിന്നോട് ദേഷ്യത്തോടെ നോക്കിയല്ല, നിന്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ജീവനുള്ള ദൈവം. ഈ കൃപായുഗത്തിൽ അതാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലരും മുടിഞ്ഞു പോകാതിരിക്കുന്നത്. നിങ്ങൾ ഈ സ്നേഹത്തെ ഒരിക്കലും മറന്നു പോകരുത്. മകനെ, നിന്നെ കാണുമ്പോൾ മനസ്സലിവാണ്. നീ ഇന്ന പാപം ചെയ്തവനല്ലേ എന്ന് കർത്താവ് നോക്കുന്നില്ല. അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ ഈ നിൽക്കുന്ന പാപിയായ മനുഷ്യൻ ഒരു കാലത്തും ദൈവരാജ്യത്തിൽ എത്തുകയില്ലായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയം മുഴുവനും അഴുക്ക് പിടിച്ചതായിരുന്നു. എത്രയോ സമയങ്ങളിൽ ഞാൻ പൊട്ടിത്തെറിച്ച് പിന്നീട് കോപിച്ചിട്ടുണ്ട്. എത്രയോ സമയം ഞാൻ പലരെയും മുറിപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. പലരുടെയും ഹൃദയത്തിൽ ഞാൻ കുത്തി മുറിവേൽപ്പിച്ചിട്ട് കടാര കൊണ്ട് കുത്തും പോലെ ഇങ്ങനെ കുത്തിയിട്ട് പിന്നെയും തിരിച്ചിട്ടുണ്ട്. അത്ര മൂർത്ത വാക്കുകൾ പറയുന്ന മനുഷ്യ പ്രകൃതമായിരുന്നു എൻ്റേത്. ഒരിക്കലും ദൈവരാജ്യത്തിൽ എത്തേണ്ട ഒരു മനുഷ്യനായിരുന്നില്ല ഞാൻ. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം, നിങ്ങൾ മറക്കരുത് ആ സ്നേഹത്തെ. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണെങ്കിലും അത് മുഴുവൻ മാറ്റി നിങ്ങൾ എന്താകുമെന്നാണ് കർത്താവ് കാണുന്നത്. നിങ്ങളെ ആത്മീയരാക്കി, നിങ്ങളെ നീതീകരണം തന്ന്, നമുക്ക് ഓരോരുത്തർക്കും നീതീകരണവും തേജസ്കരണവും തന്ന് നമ്മെ നിത്യതയിലേക്ക് എത്തിക്കാമെന്നുള്ള കൊതിയും ദാഹവും പ്രതീക്ഷയും ദൈവത്തിനുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ദൈവം വചനം തരുന്നത്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ പറയുന്നത്, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും പ്രസാദമുണ്ടോ, അവൻ തൻ്റെ ദുഷ്ടത വിട്ട് തിരിയണമെന്നല്ലയോ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമാണ്, ഒരിടത്തല്ല പലയിടത്ത് പറഞ്ഞിരിക്കുന്നു. ഏതെല്ലാം പാപങ്ങൾ നമ്മെ ഒന്ന് പിടികൂടിയെങ്കിലും, എന്തെല്ലാം വൃത്തികേടുകൾ ജീവിതത്തിൽ വന്നെങ്കിലും, ഏതെല്ലാം പൊറുക്കാനാവാത്ത പാപങ്ങൾ വന്നെങ്കിലും, നിങ്ങളിതൊന്ന് വിശ്വസിക്കൂ പ്രിയപ്പെട്ടവർ, എല്ലാം കഴുകിത്തരുന്നവനാണ് ക്രിസ്തു. ആ തിരുരക്തം ഒന്നൊന്ന് തൊട്ടാൽ മതി, യേശുക്രിസ്തുവിൻ്റെ മുറിഞ്ഞ കരം ഒന്ന് തലോടിയാൽ മതി. അല്ല, തിരുരക്തത്തിൻ്റെ ഒരംശമൊന്ന് താഴെ ചാടിയിട്ടത് അല്ലെ എവിടെയെങ്കിലും ചാടിയിട്ട് മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ ചാടുന്ന കൂട്ടത്തിലൊരു 1000-1 വന്ന് തൊട്ടാൽ മതി, എല്ലാം കഴുകി കിട്ടിക്കഴിഞ്ഞു. ഇതാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ഇന്നൊരു തീരുമാനമെടുത്താൽ, കർത്താവേ, ഇനി ഞാൻ ഒരിക്കലും ഒരു പ്രാകൃത മനുഷ്യനായി ജീവിക്കുകയില്ല,
കർത്താവേ, എനിക്ക് സ്വയമേവ എൻ്റെ പ്രാകൃതമായ അവസ്ഥ മാറ്റാൻ കഴിയുകയില്ല. ഞാനൊരു നിസ്സഹായനാണ് കർത്താവേ. എന്നെ ഒരു ജഡീകനാക്കിയാൽ പോരാ, അടുത്ത ലെവലിലേക്ക് കയറിയാൽ പോരാ, എന്നെ ഒരു ആത്മീയനാക്കി മാറ്റണമേ എന്നുള്ള പ്രാർത്ഥന നമ്മളുടെ ഓരോരുത്തരെയും ഉള്ളിൽ നിന്ന് അങ്ങ് ദാഹത്തോടെ പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ സമയങ്ങളിലാണ് ഇത് പ്രാർത്ഥിക്കേണ്ടത്. ദൈവം അത്യത്ഭുത സ്നേഹവാനായ ദൈവം നമ്മെ ഓരോരുത്തരെയും കണ്ടുകൊണ്ട്, നമ്മുടെ ഹൃദയത്തിൻ്റെ വിങ്ങലുകൾ കണ്ടുകൊണ്ട്, ഏത് കാര്യത്തിലാണോ നീ ആവശ്യക്കാരനായിരുന്നു പ്രാർത്ഥിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട്, നിൻ്റെ ഏത് കാര്യത്തിലാണോ നിൻ്റെ ഹൃദയം തേങ്ങുന്നതെന്ന് കണ്ടുകൊണ്ട്, മകനെ, മകളെ, പ്രിയമകളെ, കർത്താവ് നിന്നോട് മാത്രമായിട്ട് സംസാരിക്കുകയാണ്. എന്താണ് സംസാരിക്കുന്നത്? നീ തല താഴ്ത്തി ഇരിക്കേണ്ട എന്നാണ് കർത്താവ് പറയുന്നത്. ഇന്ന് നിനക്ക് പ്രാകൃതമായ സ്വഭാവമുണ്ടെങ്കിലും അത് മാറ്റി ഞാൻ നിന്നെ ആത്മീയനാക്കാമെന്നാണ് കർത്താവ് പറയുന്നത്. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ദൈവം മോശയെ തൻ്റെ ഏറ്റവും പ്രിയ പുരുഷനാക്കി മാറ്റിയത്. ജീവനുള്ള ദൈവം ആരെയും തള്ളിക്കളയുന്നവനല്ല. ഏതെല്ലാം ചരിത്രങ്ങൾ നോക്കിയാലും പ്രാകുകയും തള്ളിപ്പറയുകയും ആണിയിടുകയും ചെയ്യുന്ന പത്രോസ്ലീഹായെ ദൈവം തള്ളിക്കളഞ്ഞോ? തള്ളിപ്പറഞ്ഞവനെ തള്ളിക്കളയാത്തതായ ക്രൂശിലെ സ്നേഹം നിങ്ങളെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന്. ദൈവം ഉപേക്ഷിക്കില്ല. പക്ഷെ നീ തന്നെത്താൻ ചാടിപ്പോയാൽ നിന്റെ സ്വാതന്ത്ര്യത്തിൽ ദൈവം കൈകടത്തുകയുമില്ല. ആത്മാവിലാണോ ഒരാൾ സംസാരിക്കുന്നത്? പരിശുദ്ധാത്മാവാണോ ആ വ്യക്തിയുടെ നാവിലൂടെ ജനത്തോട് സംസാരിക്കുന്നത്? ഇത് വിവേചിച്ചറിയണം. അതറിയാൻ വിവേചന വരം വേണ്ട. അത് ഞാൻ ആദ്യം പറഞ്ഞേ. നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്കിതൊന്ന് വിവേചിച്ചറിയണം. ദൈവാത്മാവിലാണോ സംസാരിക്കുന്നത്? എൻ്റെ കർത്താവേ, അവിടുന്ന് എനിക്ക് അതൊന്ന് മനസ്സിലാക്കി തരണേ. വേറെ ഒന്നും വേണ്ട, ഹൃദയം കത്തും. ആത്മാവിലാണെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നതെങ്കിൽ എന്തായാലും കേൾക്കുന്നയാളുടെ ഹൃദയം കത്തും. കേൾക്കുന്ന ആൾക്ക് അവിടെ രോഗം മാറും. കേൾക്കുന്ന ആളുടെ ഹൃദയത്തിൽ വലിയൊരു തണുപ്പ് വന്ന് അങ്ങ് വ്യാപിക്കും. വലിയൊരു ശാന്തത വരും. പുറമെ ഇങ്ങനെ കടൽ ഇളകി മറിയുന്നതുപോലെ വലിയ തിരമാല വന്ന് അടിക്കുന്നു, ഇപ്പം മുങ്ങുമെന്നുള്ള ചിന്തയിലായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവർ, വലിയൊരു ശാന്തത ക്രിസ്തു വരുമ്പോൾ ആ ശാന്തത ലഭിക്കും, ആ സ്നേഹം ലഭിക്കും. പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ കൃപയിൽ നിന്ന് വീണാൽ അത് തിരിച്ചറിയുന്ന അവസ്ഥ, അതാണ്. മീനെ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കരക്കിടുമ്പോൾ മീന് കിടന്ന് വെപ്രാളം പിടിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കിക്കോളാം, ഞാൻ പ്രാകൃത മനുഷ്യനാണോ ജഡീക മനുഷ്യനാണോ എന്ന്. പ്രാകൃത മനുഷ്യനാണെങ്കിൽ എന്ന് ആത്മാവിൽ വീണാലും പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. ഒന്ന് പ്രാകൃത മനുഷ്യൻ, ഇന്ന് ജഡീക മനുഷ്യൻ. നാം ജഡീക മനുഷ്യരാണോ? പ്രാകൃത മനുഷ്യരാണോ എന്ന് നാം ചിന്തിക്കണം. രണ്ട്, ജഡീക മനുഷ്യരാണോ? ജഡീക മനുഷ്യരാണെങ്കിൽ ജഡീക മനുഷ്യരുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? റോമർ 8:5, 6, 7, 8 വാക്യങ്ങൾ, 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ഒന്ന്, ജഡീക മനുഷ്യൻ അവൻ വിശ്വാസിയായിരിക്കും. ഈ പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും വീണ്ടും ജനനം പ്രാപിച്ചയാളല്ല. അവൻ പുതുതായി ജനിച്ചിട്ടില്ല. കാരണം അവന് ദൈവബോധമില്ല. അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ കുമ്പസാരിക്കുമായിരിക്കും, അവൻ കുർബാന കൈക്കൊള്ളുമായിരിക്കും, അവൻ പലതും പെരുന്നാൾ ചിലപ്പോൾ അവനായിരിക്കും കഴിക്കണേ, ഏറ്റു കഴിക്കുമായിരിക്കും. പ്രാകൃത മനുഷ്യൻ ഒരിക്കലും ഒരു വീണ്ടും ജനനം പ്രാപിച്ചയാളല്ല. അവൻ പുതുതായി ജനിച്ചിട്ടില്ല. അവൻ യേശുക്രിസ്തുവിൻ്റെ കൃപ എന്താണെന്ന് അറിഞ്ഞുകൂടാ, അവന് ദൈവസ്നേഹം എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ ജഡീക മനുഷ്യൻ വീണ്ടും ജനനം പ്രാപിച്ചവനാണ്. ജഡീക മനുഷ്യൻ അവൻ വീണ്ടും ജനനം കിട്ടിയവനാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ ജഡീക മനുഷ്യൻ വീണ്ടും ജനനം കിട്ടിയെങ്കിലും സാഹചര്യത്തിനനുസരിച്ച് പാപത്തിലേക്ക് പോകും. സാഹചര്യം വരുമ്പോൾ കോപിക്കും, സാഹചര്യം വരുമ്പോൾ അവൻ പൊട്ടിത്തെറിക്കും, സാഹചര്യം വരുമ്പോൾ ആരെങ്കിലും അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ ഏത് കാര്യത്തിലേക്കും അവൻ്റെ മനസ്സ് അങ്ങ് ചായ്ഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ജഡീക മനുഷ്യൻ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും കേട്ടോ, അവന് ജഡത്തിനുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ ലോകത്തിലെ കാര്യം മാത്രം അവൻ ചിന്തിക്കും. ജഡത്തിൻ്റെ സുഖത്തെക്കുറിച്ച് ചിന്തിക്കും, ഏറ്റവും നല്ല ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കും, ഏറ്റവും നല്ല സൗകര്യപ്രദമായ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കും.
അവൻ ഈ ഭൂമിയിൽ സുഖിച്ച് ജീവിക്കണമെന്ന് ചിന്തിക്കും. മറ്റാരുടെയും കാര്യം അവൻ നോക്കുന്നില്ല, സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കും. ജഡസ്വഭാവമുള്ളവർ. പിന്നെയോ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ആത്മാവിനെക്കുറിച്ച് അവന് കാര്യങ്ങളൊക്കെ അറിയാം. ദൈവം ഉണ്ടെന്ന് അവന് വിശ്വാസമുണ്ട്. അവൻ കൂട്ടായ്മയിൽ വരും, അവൻ തീരുമാനങ്ങളെടുക്കും, അവൻ കൈ ഉയർത്തും, അവൻ പാട്ടുപാടും, അവൻ ഒരുപക്ഷെ വേണ്ടി വന്നാൽ സാക്ഷ്യം പറയുകയും ചെയ്യും. അല്ല, അവൻ ചിലപ്പോൾ വീട് കയറി ശുശ്രൂഷയ്ക്ക് ആളുകളെ വിളിക്കാനായിട്ട് പോകും. അവൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി ആളുകളെ വിളിച്ചുകൊണ്ട് വന്നിരിക്കും. ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്, അതെല്ലാം നടന്നുകൊണ്ടിരിക്കും. എന്നാൽ അവൻ്റെ ഉള്ളിൽ എന്നും എന്തായിരിക്കും? ജഡസ്വഭാവം. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത മരണം. ജഡത്തിൻ്റെ ചിന്ത അവനെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അവൻ്റെ ആത്മാവ് ഇടയ്ക്ക് മരിക്കും. പ്രാർത്ഥനായോഗത്തിന് വന്നു, കരമൊക്കെ ഉയർത്തി അവൻ വ്യക്തമായി തീരുമാനമെടുക്കുമ്പോൾ ആത്മാവിലൊരു ജീവൻ കിട്ടും. എന്നാൽ അത് 1, 2, 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും അവൻ വീഴും. വീഴുക, എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക, വീഴുക, വീഴുക, എഴുന്നേൽക്കുക. ഇതവൻ്റെ ശരി എന്നത്തെയും പരിപാടിയായിരിക്കും. അവന് ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അവൻ ആ സാഹചര്യത്തിലേക്ക് വീണു പോകും. അവൻ്റെ സ്വന്തം താല്പര്യം അനുസരിച്ച് ജീവിക്കും, അവൻ്റെ സ്വന്തം ആഗ്രഹം അനുസരിച്ച് ജീവിക്കും, അവൻ്റെ സ്വന്തം വില്ല് പ്രകാരം ജീവിക്കും, അവൻ്റെ സ്വന്തം ഇച്ഛപ്രകാരം ജീവിക്കും. എനിക്ക് എൻ്റെ മനസ്സിൽ എന്താണ് ആഗ്രഹം, എൻ്റെ ശരീരത്തിന് എന്താണ് വേണ്ടത്, ഞാൻ എൻ്റെ ആഗ്രഹത്തിൻ്റെ അടിമയായിരിക്കും. അവൻ ഏത് കാര്യം അഴുക്ക് സാഹചര്യം വരുമ്പോൾ, അന്ന് യോസേഫ് നിന്നതുപോലെ ഞാൻ ഈ മഹാദോഷം ചെയ്ത് എൻ്റെ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നത് എങ്ങനെയെന്ന് അവനങ്ങനെ ഒരു ചിന്ത പോലും വരികയില്ല. അവനോർക്കും ആ സാഹചര്യത്തിൽ ഇപ്പം തൽക്കാലം ഈ ജഡത്തിൻ്റെ സുഖം അനുസരിച്ച് ചെയ്യാം, പിന്നീട് അടുത്ത പ്രാർത്ഥനാ യോഗത്തിന് വരുമ്പോൾ വളരെ വ്യക്തമായൊരു തീരുമാനമെടുക്കാം, പിന്നെ അന്ന് മുതൽ വളരെ ശരിയായ രീതിയിൽ ജീവിക്കാമെന്നവൻ ചിന്തിക്കും. അത് ജഡത്തിൻ്റെ ചിന്തയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ വാശി പിടിക്കും, അവൻ വൈരാഗ്യം കാണിക്കും. സിനിമ കാണാൻ അവസരം കിട്ടിയാൽ അവൻ സിനിമ കാണും. അല്ല, മറ്റ് ഏത് പാപത്തിൻ്റെ സാഹചര്യം വരുമ്പോഴും അവൻ പാപത്തോട് പോരാടുകയില്ല. അവൻ പ്രാണൻ പോയാലും എൻ്റെ ജീവിതത്തിൽ പാപം വരുന്നുള്ള ചിന്ത അവൻ ഒരിക്കലും ഉണ്ടായിരിക്കുകയില്ല. അവൻ നിരന്തരം തോൽക്കുന്നവനായിരിക്കും. അവൻ മനഃപൂർവ്വം പാപം ചെയ്യുമെന്നല്ല പറഞ്ഞത്, എന്നാൽ സാഹചര്യം കിട്ടിയാൽ അവൻ പാപത്തിലേക്ക് പോകും. അതാണ് ജഡത്തിൻ്റെ ചിന്ത. നമ്മളിന്ന് ദൈവം പ്രസാദിക്കുന്നുള്ള ചിന്തയായിരുന്നു അന്ന് നമ്മുടെ മനസ്സിൽ മുഴുവനും. ഞാൻ ഏത് കാര്യം ചെയ്യുമ്പോഴും ദൈവം പ്രസാദിക്കണം, എൻ്റെ കർത്താവ് എന്നെ നോക്കി സന്തോഷിക്കണം, ഒരിക്കലും എൻ്റെ കർത്താവ് എന്നെ നോക്കി ദുഃഖിക്കരുത്, അവിടുന്ന് ഒരിക്കലും വേദനിക്കാൻ ഇടവരരുത്, എൻ്റെ മനോഭാവം കണ്ടിട്ട് അവിടുന്ന് സങ്കടപ്പെടരുത്. അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടായിരുന്നോ? നാം തന്നെ തിരിച്ചറിയണം, നാം ജഡസ്വഭാവമുള്ളവരാണോ ആത്മസ്വഭാവമുള്ളവരാണോ എന്ന്. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. അവർ നായിയുടെ സ്വഭാവമുള്ളവരായിരിക്കും. നായ് ഛർദിയിലേക്ക് പോകുന്നത് പോലെയും, സാഹചര്യം കിട്ടുമ്പോഴല്ല, ഏതെല്ലാം അവസരം കിട്ടുമ്പോൾ മാത്രമല്ല, നായയുടെ സ്വഭാവമാണ്. നായ് ഛർദിയിലേക്ക് പോകുന്നു. നായ് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, നാട്ടിലുള്ള നായകളൊക്കെ എങ്ങനെയാണ്. അതിങ്ങനെ പോകുന്ന വഴിക്ക് ഛർദ്ദിക്കും, ഛർദ്ദിച്ച് തന്നെ തിന്നും. തൊണ്ടയിൽ മുള്ളു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുള്ള് അങ്ങനെ തന്നെ ഛർദ്ദിക്കും. ആ ഞോളയും ഛർദ്ദിപ്പോൾ എല്ലാം കൂടെ പിന്നെയും നക്കി നക്കി തിന്നും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഒരിക്കൽ തീരുമാനമെടുത്തിട്ട്, ഒരിക്കൽ വ്യക്തമായി തീരുമാനമെടുത്തിട്ട്, ഒരിക്കൽ വ്യക്തമായ സമർപ്പണമെടുത്തിട്ട് നാം വീണ്ടും സാഹചര്യം കിട്ടുമ്പോൾ പാപം ചെയ്യുന്നവരാണെങ്കിൽ നാം ഒരു നായയാണെന്ന് അറിഞ്ഞുകൊള്ളുക, നാം ജഡസ്വഭാവമുള്ളവരാണെന്ന് അറിഞ്ഞുകൊള്ളുക, ജഡസ്വഭാവം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. ജഡത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവാകുന്നു. പന്നി കുളിച്ചിട്ട് ചെളിയിലേക്ക് പോകുന്നു. പന്നിക്ക് എപ്പോഴും ഇഷ്ടം എന്താണ്? അത് ജഡസ്വഭാവമുള്ള ഒരു പ്രത്യേകതയാണ്. പന്നി കുളിച്ചിട്ട് ചെളിയിലേക്ക് പോകുന്നത് പോലെ നാം ഇന്നും ചെളിയിൽ ഉരുളുവാൻ നമ്മുടെ ഹൃദയം കൊതിക്കുന്നുണ്ടോ? പറയാം. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അഴുക്കായ ഒരു കാര്യം നടന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഏറ്റവും മ്ലേച്ഛകരമായൊരു ചിത്രം കണ്ടുവന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും കൂടി കുടിച്ച് മേളിച്ച് നടന്നു വന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അങ്ങ് വളരെ ജോളിയായിട്ട് കൂട്ടുകാർ കൂടിയിരുന്നപ്പോൾ ഏതെങ്കിലും ഒരു അരുതാത്ത കാര്യം സംഭവിച്ചു എന്നിരിക്കട്ടെ. ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് പിന്നെയും പിന്നെയും ദുഷ്ടനായ പിശാച് നമ്മുടെ ഉപബോധ മനസ്സിലും അപബോധ മനസ്സിലും സുബോധ മനസ്സിലേക്കും കൊണ്ടുവന്നു തരും. അതിൽ തന്നെ നിങ്ങൾ ഇരുന്ന് പതിയെ രസിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളൂ, നിങ്ങളും ഞാനും ജഡീക മനുഷ്യരാണെന്ന്. നാം ആത്മീയരായിട്ടില്ല. എന്താണ് പറഞ്ഞത്? കുളിച്ച പന്നി ചേറ്റിലേക്ക് പോകുന്നത് പോലെയും നായ് ഛർദിയിലേക്ക് പോകുന്നത് പോലെയും ഉള്ളവരാണോ ഇന്ന് നമ്മൾ?
ജഡത്തെ അനുസരിക്കുന്ന മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാത്തവനായിരിക്കും. അവൻ ആത്മാവിനെ അനുസരിക്കാത്ത മനുഷ്യനായിരിക്കും. അവൻ ജഡീക മനുഷ്യനായിരിക്കും. ആത്മാവ് മരിക്കും. പ്രാർത്ഥനായോഗത്തിന് വരുമ്പോൾ വീണ്ടും അവൻ തീരുമാനമെടുക്കും. അപ്പോഴും ദൈവത്തിൻ്റെ ഒരു തലോടൽ ലഭിക്കും. എന്നാൽ അവൻ ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന മാത്രയിൽ തന്നെ അവൻ്റെ ആത്മാവ് മരിച്ചിരിക്കും. വചനം കേൾക്കുന്നുണ്ട്. നല്ല നിലത്ത് വീണ വിത്തുണ്ട്, പാറപ്പുറത്ത് വീണ വിത്തുണ്ട്, മുള്ളിൻ്റെ ഇടയിൽ വീണ വിത്തുണ്ട്. ഞെരുക്കിക്കളയുന്നു. ഒന്ന് വചനം കേൾക്കുമ്പോൾ വിത്ത് തന്നെയാണ് വന്ന് വീഴുന്നത്. ഒന്ന് പ്രാകൃത മനുഷ്യൻ, കല്ലു മനുഷ്യൻ. രണ്ട് ജഡീക മനുഷ്യൻ. എന്ത്? മരമനുഷ്യനും മൃഗമനുഷ്യരും ആ ഗണത്തിൽപ്പെട്ടതാണ്. മരമനുഷ്യരും മൃഗമനുഷ്യരും, അതാണ് ജഡീക സ്വഭാവമുള്ളവർ. ഇനി എന്താണ്? ആത്മീയ മനുഷ്യർ. ആത്മീയ മനുഷ്യരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോസ്തലൻ പറയുകയാണ്, ആരാണ് ആത്മീയ മനുഷ്യൻ അഥവാ ദ സ്പിരിച്വൽ മാൻ? എന്താണ് ആത്മീയ മനുഷ്യൻ? ആരാണ്? അവർക്ക് എന്താണ്? അവർ വെളിച്ചത്തിലാണ് നടക്കുന്നത്. അവരെയാണ് പ്രകാശ മനുഷ്യരെന്ന് പണ്ഡിതന്മാർ വിളിക്കുന്നത്. പ്രകാശ മനുഷ്യർ. ലോകപ്രകാരം എഴുതിയൊരു ബുക്കിനകത്ത് ഞാൻ വായിച്ചതാണ്. പ്രകാശ മനുഷ്യർ. അവരുടെ ഉള്ളിൽ അത് ദിവ്യമായത് അവർ കണ്ടെത്തുന്നു. അവർ വെളിച്ചത്തിലാണ് നടക്കുന്നത്. അവർ അനേകരെ വെളിച്ചത്തിലേക്ക് നടത്തുന്നു. നാം പറയുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ പ്രകാശമുണ്ടായിരിക്കും. അവരുടെ ഉള്ളിൽ ജീവൻ്റെ വെളിച്ചമുണ്ടായിരിക്കും. അവരും സാധാരണ മനുഷ്യർ ജീവിക്കുന്ന പോലെ തന്നെയാണ് ജീവിക്കുന്നത്. അവരും സാധാരണ വിവാഹം കഴിക്കുന്നു, മക്കളുണ്ടാകുന്നു. അവർക്കും ബിസിനസ് കാണും, ബിസിനസ് നടത്തുന്നുണ്ടാകും. അവർക്കും സങ്കടങ്ങളുണ്ടാകും, അവർക്കും ദുരിതങ്ങളുണ്ടാകും. അവരിലും പലർക്കും രോഗങ്ങളുണ്ടാവും. ഒരുപക്ഷെ മാരകമായ ക്യാൻസർ രോഗം വന്നിരിക്കും. ഒരുപക്ഷെ ശരീരം മുഴുവൻ തളർന്നുപോയി എന്നിരിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ വെളിച്ചമുള്ളത് കൊണ്ട് അവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവരെന്നും ഉയരത്തിലുള്ളത് മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. അവരെങ്ങനെയാണ് ഒരാളെ ദൈവരാജ്യത്തിലേക്ക് അടുപ്പിക്കണമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ദുരിതം വരില്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അവരുടെ ജീവിതത്തിൽ യാതനയുണ്ടാകില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അവർക്ക് കടബാധ്യത വരികയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അവർക്ക് കെടുതികൾ ജീവിതത്തിൽ ഒരിക്കലും വരികയില്ല എന്ന് ചിന്തിക്കരുത്. പ്രിയപ്പെട്ടവരെ, അതെല്ലാം ദൈവം, ജീവനുള്ള ദൈവം അങ്ങനെയെല്ലാം വന്നാലും അതെല്ലാം ആത്യന്തികമായി നന്മയിലേക്ക് നടത്തുവാൻ ജീവനുള്ള ദൈവം സർവശക്തനാണ്. അവർ ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നു. അവർ ക്രിസ്തുവിനുള്ളവരാണ്. അവരുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ വെളിച്ചമുണ്ട്. ആത്മീയ മനുഷ്യർ. അവരുടെ തിരി എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. അവർക്കൊരു പാപം വന്നാൽ അതാണ് ടെസ്റ്റ്. നിങ്ങൾ നോക്കണം, ഞാൻ ഒരു ആത്മീയനാണോ എന്ന് ചിന്തിക്കണം. ഒരു പാപം വന്നെന്നിരിക്കട്ടെ, അവർക്കൊരു പാപവും വരില്ലെന്നല്ലേ ഞാൻ പറയണേ. ചിലപ്പോൾ പാപങ്ങൾ വന്നെന്നിരിക്കാം. പ്രകടമായൊരു പാപം ഒരു കാലത്തും വരരുത്, ഒരിക്കലും വരാൻ അനുവദിക്കരുത്. എന്നാൽ ഒരു പക്ഷേ അവർക്ക് ചിന്തയുടെ മേൽ മുഴുവനും ജയം ഉണ്ടായിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ഒരു പാളിയ ചിന്ത പോലും ഒരിക്കലും കടന്നു വരില്ല എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അതെല്ലാം ഇല്ലാത്തതായ അവസ്ഥയുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിലും ഏതെങ്കിലും ചെറിയ ചെറിയ പാപങ്ങൾ അത് പിശാച് കളകളായിട്ട് വിതയ്ക്കാൻ വരുമ്പോഴേക്കും, ദുഷ്ടനായ പിശാച് വിതയ്ക്കാൻ വരുമ്പോഴേക്കും അവർക്ക് എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുള്ളവർ ആത്മമനുഷ്യരാണെങ്കിൽ, ആത്മീയരാണെങ്കിൽ നിങ്ങൾ ഈ ടെസ്റ്റ് നോക്കിക്കോളൂ. അവിടെ ഒരു വാണിംഗ് വരും. എന്താണ്? വളരെ കോഷ്യസ് ആവുക, വളരെ ജാഗ്രതയുള്ളവനാകുക. ഈ അപകടമാണ് വരാൻ പോകുന്നത്. വലിയൊരു അലാമടിക്കും. മകനെ, നീ അങ്ങോട്ട് പോകരുത്. മകനെ, നീ അങ്ങനെ നോക്കരുത്. മകനെ, നീ അത് ചെയ്യരുത്. മകനെ, നീ ഇപ്പോൾ കോപിക്കരുത്. ഇപ്പം നീ ആ വാക്ക് പറയരുത്. നീ സൂക്ഷിക്കണം മകനെ. ഈ അലാമുള്ളവർ ആരാണ്? അവർ ആത്മീയ മനുഷ്യരാണ്. അവർ പരിശുദ്ധാത്മാവ് നടത്തും. അവർ തികഞ്ഞവരല്ല. തികഞ്ഞു എന്നല്ല പറയുന്നത്. ഒരു പാപം വന്നാൽ, ഏതെങ്കിലും കാരണവശാൽ ഒരു പാപം വന്നാൽ കേൾക്കണം, ആ സെക്കൻഡിൽ തന്നെ അവൻ എന്ത് ചെയ്യും? അലാം കിട്ടും. അവൻ എന്ത് ചെയ്യും? മോനെ തെറ്റു എന്ന് പറയും. എപ്പോൾ തന്നെ എന്ത് ചെയ്യും? അപ്പോൾ തന്നെ കർത്താവേ എന്നോട് മനസ്സറിയണമേ എന്ന് പറഞ്ഞ് ആ സെക്കൻഡിൽ തന്നെ കാലുമുട്ടിയ വ്യക്തിയോട് ക്ഷമ പറയുന്നത് പോലെ ആ സെക്കൻഡിൽ തന്നെ കർത്താവേ അവിടുന്ന് എന്നോട് മനസ്സറിയണമേ, എൻ്റെ കർത്താവേ, എൻ്റെ പാവം എൻ്റെ ജീവിതത്തിൽ വന്നുപോയി കർത്താവേ. കാരണം എല്ലാം തിരുവചനമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. നിങ്ങൾ പാപം ചെയ്യരുതേ എന്ന് പറഞ്ഞ് അങ്ങ് ഉള്ളങ്ങ് ആർദ്രത കൊണ്ടും സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ ആത്മനിറവിൽ നിന്നുകൊണ്ട് എഴുതി, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ, അതിൻ്റെ അർത്ഥം എന്താണ്? അറിയാതെ ഒരു പാപം വന്നു എങ്കിലോ,
നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലുണ്ടെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. മറക്കരുത്, പിതാവിൻ്റെ വലത്തുഭാഗത്ത് രക്തം കാണിച്ചുകൊണ്ട് യേശുക്രിസ്തു ഇരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ തിരുരക്തം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ തിരുരക്തം, ആ രക്തം എന്ന് നിൽക്കുന്നോ, ആ രക്തത്തിൻ്റെ ഒഴുക്ക് എന്ന് നിൽക്കുന്നോ, ആ തിരുരക്തം എന്ന് കട്ട പിടിക്കുന്നോ, അന്ന് തീർന്നു നമ്മുടെ രക്ഷ, അന്ന് തീർന്നു നമ്മുടെ വീണ്ടെടുപ്പ്. പ്രിയ ദൈവജനമേ, അതുകൊണ്ട് എപ്പോഴും ഓർത്തോളണം, ഒരു കാല് മുട്ടിയാൽ, ആരുടെയെങ്കിലും ദേഹത്തറിയാവുന്ന ഒരു അച്ച് ചെയ്തു പോയാൽ, അറിയാതെ ഒന്ന് മുട്ടിപ്പോയാൽ അയ്യോ സോറി എന്ന് പറയും പോലെ തന്നെ ഞെട്ടിക്കൊണ്ട് അപ്പോൾ തന്നെ സോറി പറയുന്നത് പോലെ നമുക്കുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുക്രിസ്തു, ആകാശത്തുകൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുക്രിസ്തു, മഹാപുരോഹിതൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നമുക്കുള്ള മഹാപുരോഹിതൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു അവിടെ നിൽക്കുന്നുണ്ട്. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ ചെറിയൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ചെറിയ പാവം വന്നു കഴിഞ്ഞാൽ, അറിയാതെ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ, നിങ്ങളൊരിക്കലും നിരാശപ്പെടരുത്. അയ്യോ ഞാൻ പാവം ചെയ്തു പോയി, എനിക്ക് വീണുപോയി, മൊത്തം പ്രശ്നമായി, അതങ്ങനെയാണ്, ഇനി എന്ത് ഞാൻ ചെയ്യും, ഇനി എനിക്ക് രക്ഷയില്ല. അത് പറയുമ്പോൾ പിശാച് നിങ്ങളുടെ മേൽ കയറി ആധിപത്യം പിടിച്ചിരിക്കും. മറക്കരുത്, പിശാചിന് ആധിപത്യം കൊടുക്കുകയാണ്. നീ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് അവന് സീറ്റ് അനുവദിച്ചു കൊടുക്കുകയാണ്. കുറച്ചു നേരം ഇരുന്നേച്ച് പിന്നെ പറഞ്ഞേക്കാം, അടുത്ത പ്രാർത്ഥനയോത്തിന് എന്തിനു കഴിയുമ്പോൾ പറയാം. പിശാച് അവിടെ ഇരുന്ന് നിരങ്ങാൻ തുടങ്ങും, പിന്നെ അവൻ അരുതാത്ത കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും അഥവാ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത്, അതാണ് ലൈവായിട്ടെന്ന് പറഞ്ഞു തരുന്നത്, പലപ്പോഴും പറയുന്നത്, തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുക, ധൈര്യത്തോടെ ചെല്ലാൻ അനുവാദം ലഭിക്കുക. ആത്മീയന് ഓടിച്ചെല്ലാം. ഒരാത്മീയനായാൽ അവനുള്ള ഏറ്റവും വലിയ പ്രിവിലേജ് എന്താണെന്നറിയാമോ? ഓടി കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാം. അവൻ അത്ഭുത ലക്ഷണ പുരുഷന്മാരാണ്. അവർക്ക് ഓടിച്ചെന്നാൽ അവർക്കൊരു പ്രത്യേകതയുണ്ട്. ആത്മീയനാണെങ്കിൽ അവൻ്റെ ആ പ്രാർത്ഥന ദൈവം പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കും. അതാണ് എവിടെയാണ് സ്വർഗീയ കാര്യാലോചനാ സഭയിൽ അവൻ്റെ വിഷയം ചർച്ച ചെയ്യും. അവൻ സാധാരണക്കാരനെ പോലെയല്ല. പ്രിയപ്പെട്ടവരെ, ഒരാത്മീയനായിട്ടുണ്ടോ നാം ഇന്ന്? ആത്മീയരാകാനാണ് ദൈവം നമ്മെ വിളിച്ചത്. നമ്മെ വിളിച്ച ഒരു ദൈവമുണ്ട്, നമ്മെ സ്നേഹിച്ച ഒരു ദൈവമുണ്ട്, നമ്മെ തിരഞ്ഞെടുത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മെ വിളിച്ചത് ആത്മീയരാക്കാനാണ്. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം വഴിയിലിട്ടിട്ട് പോവുകയില്ലെന്ന് മാത്രമല്ല, അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞാൻ പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക്, പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പരമവിളി നമ്മുടെ മേൽ വന്നു. നാം പ്രാകൃതരായിരുന്നു, നാം ജഡീകരായിരുന്നു. ഇന്നും നമ്മിൽ പലരും ജഡീകരാണ്. ഞാനും ഒരിക്കലും ആത്മീയനായി എന്ന് പറഞ്ഞുകൊണ്ടല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാനിന്ന് പൊട്ടിക്കരഞ്ഞത്, കർത്താവേ ഞാൻ ഇന്നും ഒരു ജഡീകനാണല്ലോ എന്ന് പറഞ്ഞാണ് ഞാൻ കരഞ്ഞത്. പ്രിയപ്പെട്ടവരെ, കാര്യം ശരിയാണ്. ഏതെങ്കിലും ഒരു തെറ്റ് വന്നാൽ അപ്പോൾ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ഓടിപ്പോയി കരയുന്നുണ്ട്, ഓടിപ്പോയി ഏങ്ങലടിക്കുന്നുണ്ട്, കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറയുന്നുണ്ട്. ആര് തിരുത്താൻ പറഞ്ഞു കഴിഞ്ഞാലും വാസ്തവമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരാത്മീയനാണെങ്കിൽ അവൻ തിരുത്താനുള്ള മനസ്സുള്ളവനായിരിക്കും. ആര് പറയുന്നുള്ള വിഷയമല്ല. അവനേക്കാൾ എത്ര ഉന്നത നിലവാരം പുലർത്തുന്ന വ്യക്തി പറഞ്ഞാലും, എത്ര താണ നിലവാരമാണെന്ന്, അങ്ങനെ നിലവാരം ഉണ്ടെന്നല്ല പറഞ്ഞത്, എത്ര ഏത് വ്യക്തിയാണ് പറഞ്ഞതെങ്കിലും എനിക്ക് കർത്താവിയെ തിരുത്താനുണ്ട്, ഞാൻ തിരുത്താൻ മനസ്സാണെന്ന് പറയുന്ന പ്രകൃതം നമുക്ക് കൂടിയേ കഴിയൂ. ഇപ്പോൾ കർത്താവ് നിങ്ങളുടെ അരികിൽ വന്ന് നിൽക്കുകയാണ്. നിങ്ങളാരെല്ലാം അറിയുന്നുണ്ട്, നിങ്ങളാരെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് തലകളെ വണക്കാം, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം പകരാം. കർത്താവെ, മോശെ വിളിച്ച അതേ ദൈവം തന്നെയാണ് ഞങ്ങളെയും വിളിച്ചത്. അബ്രാഹാമിനെ വിളിച്ച അതേ ദൈവം തന്നെയാണ് ഞങ്ങളെയും വിളിച്ചത്. അബ്രാഹാമേ അബ്രാഹാമേ എന്ന് വിളിച്ച അതേ ദൈവം തന്നെ, മോശേ എന്ന് വിളിച്ച അതേ ദൈവം തന്നെ, യോശുവെ വിളിച്ച അതേ ദൈവം തന്നെ, യാക്കോബിനെ
വിളിച്ച് ഇസ്രായേലാക്കി അതേ ദൈവം തന്നെ. യാക്കോബ് പ്രാകൃത മനുഷ്യനായിരുന്നു, അബ്രാഹാം പ്രാകൃത മനുഷ്യനായിരുന്നു, വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്നവനായിരുന്നു. എൻ്റെ കർത്താവേ, ദാവീദ് പ്രാകൃത മനുഷ്യനായിരുന്നു. ദാവീദിനെ ആത്മീയനാക്കി ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാക്കി തീർത്തു. കർത്താവേ, ഞങ്ങളെ ആത്മീയരാക്കാനാണ് അവിടുന്ന് വിളിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പ്രാകൃത സ്വഭാവം ഇതാ ഞങ്ങൾ എന്നേക്കുമായി ഇവിടെ താഴെ ഇടുകയാണ്. ഇപ്പോൾ അവിടുന്ന് കടന്നു വന്നിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ജഡീയ സ്വഭാവം ഇപ്പോൾ അങ്ങോട്ട് എറിഞ്ഞു തരികയാണ്. കർത്താവേ, നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ പ്രാകൃത സ്വഭാവം ഇപ്പോൾ കർത്താവേ ആ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ എറിഞ്ഞു തരികയാണ്, ഞങ്ങൾ ഇട്ട് തരികയാണ്. കർത്താവേ, ഇപ്പോൾ അവിടുന്ന് മനസ്സലിഞ്ഞ് ഞങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നല്ലോ. ആണിപ്പാടുള്ള കരം ഞങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്നുവല്ലോ. ഞങ്ങളെ കർത്താവേ തള്ളിക്കളയാൻ അല്ലല്ലോ അവിടുന്ന് വിളിച്ചത്. തള്ളിക്കളഞ്ഞ പത്രോസ്ലിഹായെ കർത്താവേ ചേർത്ത് പിടിച്ച ജീവനുള്ള ദൈവം തന്നെയാണ് ഞങ്ങളെ വിളിച്ചത്. ശമൂവേലിനെ വിളിച്ച് കർത്താവേ ആ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയ അതേ ദൈവം തന്നെയാണ് ശമൂവേൽ ബാലനെ വിളിച്ച ദൈവം തന്നെയാണ് ഞങ്ങളെയും വിളിച്ചത്. കർത്താവേ, ആ ദൈവം വാക്ക് മാറാത്ത ദൈവമാണ്. ഏലിയാവിൻ്റെ ദൈവമാണ് ഞങ്ങളുടെ ദൈവം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ഞങ്ങളും സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് നിരാശ വരുന്നവരാണ്, ഞങ്ങൾ പെട്ടെന്ന് പാപം വരുന്നവരാണ്, പെട്ടെന്ന് ഞങ്ങളുടെ പ്രകൃതം കർത്താവെ തളർന്നു പോകുന്നതാണ്. എന്നാൽ ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവിടുന്ന് വഴിയിലിട്ടിട്ട് പോവുകയില്ല. കർത്താവേ, ഇപ്പോൾ ആണിപ്പാടുള്ള കരം ആവശ്യക്കാരുടെ മേൽ വെക്കണമേ. തിരുരക്തം പുരണ്ട കരം ആവശ്യക്കാരുടെ മേൽ വെക്കണമേ. അത്യാവശ്യക്കാരായി വന്നിരിക്കുന്നവരുണ്ട് കർത്താവെ, അവരുടെ ഹൃദയത്തിൻ്റെ വേദന അവിടുന്ന് മാറ്റണമേ. കർത്താവെ, ജഡീകരായിരിക്കുന്നവരെ കർത്താവെ അവിടുന്ന് ആത്മീയരാക്കണമേ. പ്രാകൃത മനുഷ്യരെ അവിടുന്ന് ആത്മീയരാക്കണമേ. എൻ്റെ അപ്പ, അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ, അവിടുന്ന് ഞങ്ങളെ നടത്തണമേ. കർത്താവെ, ഇപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ മേലാണിപ്പാടുള്ള കരം വെക്കണമേ. അത്യാവശ്യക്കാരെ അവിടുന്ന് തഴുകണമേ, അവിടുന്ന് തലോടണമേ. പാപത്തോട് യാത്ര പറയാൻ കർത്താവെ, പിശാചിനോട് യാത്ര പറയാൻ, സാത്താനോട് യാത്ര പറയാൻ, പുതിയ ജീവിതം ആരംഭിക്കാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്? കാരുണ്യവാനായ കർത്താവേ, സ്നേഹം മാത്രമായി ജീവനുള്ള ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഗോകുൽത്തായിൽ പിടഞ്ഞ് മരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, അവിടുത്തെ തിരുരക്തമാണ് ഞങ്ങളെ ശുദ്ധീകരിക്കുന്നത്, അവിടുത്തെ തിരുരക്തമാണ് ഞങ്ങളെ ആത്മീയരാക്കുന്നത്, അവിടുത്തെ തിരുരക്തമാണ് ഞങ്ങളുടെ പ്രാകൃത സ്വഭാവം മാറ്റി കർത്താവേ, അവിടുത്തെ തിരുരക്തമാണ് ഞങ്ങളുടെ ജഡീക സ്വഭാവം മാറ്റി ഞങ്ങളെ ആത്മീയരാക്കുന്നത്. എല്ലാവരെയും കഴുകണമേ, എല്ലാവരെയും തലോടണമേ. ദൂരെ ഇരുന്ന് കർത്താവേ അവിടുത്തെ തിരുവചനം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും അവരുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ആശ്വസിപ്പിക്കണമേ. രോഗികളുടെ മേൽ അവിടുത്തെ കരം വയ്ക്കണമേ. ആവശ്യഭാരങ്ങളുമായി വന്നിരിക്കുന്നവരുടെ മേൽ കർത്താവേ അവിടുന്ന് ദൈവമേ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങളെല്ലാം ഏൽപ്പിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച അരുമനാഥനായ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമീൻ.